ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു C.PVlogs. ഇന്ന് നമ്മൾ Pmgdisha എന്ന് പറയുന്ന എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ് ആണ് Pmgdisha എന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിൻ്റെ എക്സാമിനുണ്ടാവുക. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത് ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ എക്സാം എഴുതുന്ന എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തികച്ചും ബേസിക് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ആണ്. ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ പഠിച്ച വ്യക്തിക്ക് കാണേണ്ട ഒരു വീഡിയോ അല്ല. അതായത് ഗ്രാമപ്രദേശങ്ങളിലെ വ്യക്തികൾക്ക് കമ്പ്യൂട്ടർ പഠനം ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടൊരു ട്രെയിനിങ് ആണ്. ആദ്യമായി നമ്മൾ കീബോർഡിനെ പരിചയപ്പെടുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അപ്പോൾ ഈ കീബോർഡിൻ്റെ ഒരു ലേഔട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നടുക്കിൽ കാണുന്ന ആ ലൈനിനെയാണ് നമ്മൾ ഹോം എന്ന് വിളിക്കുക. കീബോർഡിൻ്റെ ഹോം, അതായത് ASDF തുടങ്ങിയ കീസ് കാണുന്ന ആ ഒരു ലൈനാണ് പിന്നെ നമ്മൾ ഹോം എന്ന് പറയുന്നത്, കീബോർഡിൻ്റെ ഹോം എന്ന് പറയുന്നത്. അതുപോലെ തൊട്ട് മുകളിലുള്ള വരിയെ അപ്പർ ലൈനെന്നും താഴെയുള്ളതിന് ബട്ടം ലൈനെന്നും പറയും. അപ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് എപ്പോഴും ഈ ഹോമിൽ ഉണ്ടായിരിക്കണം. ഏതൊക്കെ കീ നമ്മൾ ക്ലിക്ക് ചെയ്താലും നമ്മുടെ ഫിംഗേഴ്സ് എപ്പോഴും ഹോമിലായിരിക്കണം ഒരു കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇത് ട്യൂട്ടോറിയൽ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ക്ലിപ്പിങ്ങിലൂടെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ കൈയിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് വെക്കുക എന്നൊക്കെ എല്ലാ കാര്യങ്ങളും അതിന് കാണിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്, നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ, ഈ Pmgdisha എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്നത് ഒരു പാരാഗ്രാഫ് നമുക്ക് തരും. അത് അതേപോലെ ടൈപ്പ് ചെയ്യണം. അതിൽ ക്യാപിറ്റൽ ലെറ്റർ, അതായത് വലിയ അക്ഷരങ്ങളുണ്ടാവും, ചെറിയ അക്ഷരങ്ങളുണ്ടാവും, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതായത് എക്സ്ക്ലമേഷൻ മാർക്ക്, ഡോളറിൻ്റെ സൈൻ, അതുപോലെ പെർസെൻറ്റേജിൻ്റെ സൈൻ, അതുപോലെ / ഫോർവേഡ് / തുടങ്ങി ബ്രാക്കറ്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് ആ പരീക്ഷ പാസ്സാവാനായിട്ട് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഹൗ ടു ടൈപ്പ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് വലിയ അക്ഷരങ്ങൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്നാണ് നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് കീബോർഡിൽ നമുക്ക് ഒരു ബട്ടണുണ്ട്, ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. ആ ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്ന ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആൽഫബറ്റ്സും ക്യാപിറ്റൽ ലെറ്ററിൽ അല്ലെങ്കിൽ വലിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ആദ്യത്തെ ലെറ്റർ S എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ്. ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയതിന് ശേഷം S ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വരും. അതിനുശേഷം വീണ്ടും ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കിയാൽ സ്മോൾ ലെറ്റർ വരും. ഈ ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യാനായിട്ട് മറ്റൊരു വഴി കൂടിയുണ്ട്. കീബോർഡിലെ ഷിഫ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തി പിടിച്ചിട്ട് നമ്മൾ ഏത് ആൽഫബറ്റ് ക്ലിക്ക് ചെയ്താലും അത് ക്യാപിറ്റൽ ലെറ്ററിലായിട്ട് വരും. കാര്യം ഇപ്പോൾ ക്യാപ്സ് ലോക്ക് ഓഫാണ് ഈ കീബോർഡിൽ. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് A ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ A അമർത്തി കഴിഞ്ഞാൽ അത് വലിയ അക്ഷരമായിട്ട് ടൈപ്പ് ആവും. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിട്ട് ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കി വെച്ചുകൊണ്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ആവശ്യമുള്ള ലെറ്റേഴ്സ് മാത്രം ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ഏത് രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ 2 മെത്തേഡ്സാണ് ഇതിനകത്തുള്ളത്. ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി വെച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കി വെച്ചുകൊണ്ട് ഷിഫ്റ്റ് ബട്ടൺ അമർത്തി ടൈപ്പ് ചെയ്യുന്ന രീതി. അങ്ങനെ 2 രീതിയിലാണ് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ എല്ലാവർക്കും ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇടത് ഭാഗത്തായിട്ട് CAPS ക്യാപ്സ് എന്ന് എഴുതിയിട്ടുള്ള ആ ബട്ടണാണ് ക്യാപ്സ് ലോക്ക് അല്ലെങ്കിൽ ക്യാപ്സ് ഓൺ ആക്കാനോ ഓഫ് ആക്കാനുള്ള ബട്ടൺ. അതുപോലെ അടിയിലെ തൊട്ട് താഴെ SHIFT ഷിഫ്റ്റ് എന്ന് എഴുതിയിട്ടുള്ള ബട്ടണാണ് ഷിഫ്റ്റ് ബട്ടൺ. ക്യാപ്സ് ബട്ടൺ ഒരു പ്രാവശ്യം അമർത്തിയാൽ അത് ഓൺ ആവും, രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി അമർത്തിയാൽ അത് ഓഫ് ആവും. അപ്പോൾ അത് ഓൺ ആണോ ഓഫ് ആവുമോ എന്നുള്ളതിന് ഈ കീബോർഡിൻ്റെ മുകളിൽ തന്നെ ഒരു ലൈറ്റ് ഉണ്ടായിരിക്കും. ക്യാപ്സ് ലോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാനായിട്ട്. ചില കീബോർഡിൻ്റെ മുകളിൽ ഉണ്ടാവില്ല, ചില കീബോർഡിൻ്റെ മുകളിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുക എന്ന് പഠിക്കാം. നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. നമ്മുടെ ഏറ്റവും മുകളിലത്തെ വരിയിലാണ് നമ്പേഴ്സുകൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. 1 2 3 4 5 6 7 8 9 0. അപ്പോൾ അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ 10 ടൈപ്പ് ചെയ്യുമെങ്കിൽ 1 and 0 അടിക്കുക.
അതുപോലെ 11 ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് ആ നമ്പേഴ്സ് നമുക്ക് മുകളിലത്തെ വരിയിലുണ്ട്, അത് അടിച്ചു കഴിഞ്ഞാൽ ആ നമ്പേഴ്സ് വരും. അപ്പോൾ അത് അങ്ങനെയാണ് നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുക. നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്ക്ലമേഷൻ മാർക്ക്, ഡോളറിൻ്റെ സൈൻ, അതുപോലെ പെർസെൻറ്റേജിൻ്റെ സൈൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യാൻ ചെയ്ത പോലെ തന്നെ ഷിഫ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് നമ്പറിൻ്റെ കീസ്, അതായത് ഇപ്പോൾ 1ൻ്റെ മുകളിൽ എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്, അതുപോലെ 2ൻ്റെ മുകളിൽ വേറൊരു @ എന്ന് പറയുന്ന ഒരു മാർക്കുണ്ട്, 3ൻ്റെ മുകളിൽ #. അപ്പോൾ ഇതെല്ലാം ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ച് ആ നമ്പേഴ്സ് ക്ലിക്ക് ചെയ്താൽ ആ ക്യാരക്ടേഴ്സ് അവിടെ തെളിയും. ഷിഫ്റ്റ് അടിക്കാതെ ടൈപ്പ് ചെയ്താൽ 1 എന്ന് തെളിയും. ഷിഫ്റ്റ് അടിച്ചിട്ട് 1 അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ക്ലമേഷൻ ചിഹ്നം ലഭിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നമ്മുടെ ബാക്ക് സ്പേസ് എന്ന് പറയുന്ന ബട്ടൻ്റെ യൂസ് എന്നാണ് നമ്മൾ പറയുന്നത്. ബാക്ക് സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ എൻ്റർ കീയുടെ മുകളിലായിട്ട് കാണുന്ന ബട്ടനാണ് ബാക്ക് സ്പേസ് ബട്ടൺ. അപ്പോൾ ഈ ബട്ടൺ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു വരി അല്ലെങ്കിൽ ഒരു ലെറ്റർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ, മായ്ക്കാനായിട്ടാണ് ഈ ബാക്ക് സ്പേസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ എഴുതിയ ബട്ടൺ എന്ന് എഴുതിയത് ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ഡിലീറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് തെറ്റിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്താൽ അത് ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇപ്പോൾ ബാക്ക് സ്പേസ് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാണ് ഞാനിവിടെ ബാക്ക് സ്പേസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടൺ ആ ഒരു ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. തെറ്റുകൾ തിരുത്താനായിട്ടാണ് നമ്മൾ ഈ ബാക്ക് സ്പേസ് എന്ന ബട്ടൺ ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ എൻ്റർ കീ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. ഇപ്പോൾ എൻ്റർ കീ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിനോട് ചെയ്യാനായിട്ട് ആജ്ഞ കൊടുക്കുന്ന ബട്ടനാണ് എൻ്റർ കീ. അപ്പോൾ ടൈപ്പിങ്ങിലാകുമ്പോൾ ഒരു വരിയിൽ നിന്ന് രണ്ടാമത്തെ വരിയിലേക്ക്, താഴത്തുള്ള വരിയിലേക്ക് പോകാനായിട്ടാണ് എൻ്റർ കീ യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ എൻ്റർ കീ കഴിഞ്ഞിട്ട് എൻ്റർ കീന്ന് എഴുതിയത് കഴിഞ്ഞിട്ട് നമ്മളെ ആ കേഴ്സർ നിൽക്കുന്നിടത്ത് നിന്ന് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ തൊട്ട് താഴത്തുള്ള വരിയിൽ നമുക്ക് വരി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും, എഴുതാനായിട്ട് സാധിക്കും. ഈ കമ്പ്യൂട്ടറിലെ കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിന്നിക്കൊണ്ടിരിക്കുന്ന ആ വരയാണ് കേഴ്സർ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്ററുകൾ വരിക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൻ്റെ യൂസറിനാണ്. നമ്മൾ നേരത്തെ ബാക്ക് സ്പേസ് എന്നൊരു ബട്ടനെ പറ്റി പഠിച്ചു. അത് എഴുതിയിട്ടുള്ള ആ ഒരു വാക്ക് ബാക്കിലേക്ക് മാച്ച് കളയാനായിട്ടാണ് ബാക്ക് സ്പേസ് യൂസ് ചെയ്യുക. ഡിലീറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചു, അതിൻ്റെ ഇടയിലെ ഒരു വാക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്ത് തരണം, അല്ലെങ്കിൽ ഒരു അക്ഷരം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ അവിടെ നമ്മൾ മൗസ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന ബട്ടൺ അമർത്തുമ്പോൾ ആ ഭാഗം ഡിലീറ്റ് ആയിട്ട് പോകും. DEL എന്ന് എഴുതിയിട്ടുള്ള ബട്ടനാണ് ഡിലീറ്റ് ബട്ടൺ. അടുത്തായിട്ട് നമുക്ക് ഹോം എന്ന് പറയുന്ന ബട്ടൺ നോക്കാം. നമ്മളിപ്പോൾ ഒരു വാചകം, ഒരു വരി എഴുതി ടൈപ്പ് ചെയ്തു, അതിൻ്റെ അവസാനത്തെത്തി, തിരിച്ച് നമുക്ക് അതിൻ്റെ തുടക്കത്തിലേക്ക് പോകണമെങ്കിൽ ഹോം എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തിയാൽ ആ കേഴ്സർ അപ്പം തന്നെ ആ വരിയുടെ തുടക്കത്തിലേക്ക് പോകും. അതിനായിട്ടാണ് ആ ഹോം എന്ന് പറഞ്ഞ ബട്ടൺ യൂസ് ചെയ്യുന്നത്. അതിന് തൊട്ട് താഴെ എൻഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതേപോലെ ഒരു വരിയുടെ മുമ്പിലാണ് നമ്മളുടെ കേഴ്സർ നിൽക്കുന്നതെങ്കിൽ ആ വരിയുടെ അവസാനത്തേക്ക് വരാനായിട്ട് എൻഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കേഴ്സർ അവസാനത്തെ അക്ഷരത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അതിനാണ് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ യൂസ് ചെയ്യുന്നത്. മറ്റ് 2 കീസാണ് പേജ് അപ്പ്, പേജ് ഡൗൺ. PGUP, PGDN എന്ന് പറഞ്ഞിട്ട് 2 ലെറ്റേഴ്സ് കീസ് കാണും. ആ കീസ് യൂസ് ചെയ്യുന്നത് ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ഒരു വലിയ വേർഡ് ഡോക്യുമെൻ്റൊക്കെ ആണെങ്കിൽ, ഒരുപാട് പേജസ് ഉള്ള വേർഡ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പേജ് അപ്പ് എന്ന് പറയുമ്പോൾ തൊട്ട് മുകളിലുള്ള പേജിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ ഡോക്യുമെൻ്റിൻ്റെ ഉള്ളിൽ പേജസിലേക്ക് എത്താനായിട്ടാണ് ആ ബട്ടൺസ് നമ്മൾ യൂസ് ചെയ്യുക. പേജ് അപ്പ്, പേജ് ഡൗൺ. പേജ് ഡൗൺ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് പോകും, പേജ് അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് പ്രിൻ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം, സ്ക്രീനിൻ്റെ ഈ ഭാഗം പ്രിൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണത്. പ്രിൻ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ആ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും വേറെ ഒരു പ്രോഗ്രാമിലേക്ക് ഈ കാണുന്ന ഭാഗം ഒരു ഇമേജായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രിൻ്റ് സ്ക്രീൻ അടിച്ചിട്ട് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഞാൻ പെയിൻ്റാണ് ഓപ്പൺ ചെയ്യുന്നത്. പെയിൻ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ പേസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ അവിടെ കണ്ട ആ സ്ക്രീനിൻ്റെ ഭാഗം ഒരു ഇമേജായിട്ട്, ഒരു എന്താ പറയുക, ഒരു ഫോട്ടോ ആയിട്ട് നമുക്ക് കിട്ടും. അതിനുള്ളതാണ് പ്രിൻ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ബട്ടൺ.
അപ്പോൾ നമുക്ക് പ്രിൻ്റ് സ്ക്രീനൊന്നും നമുക്ക് PMGdishയുടെ എക്സാമിന് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഈ എൻ്റർ കീസ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, സ്പെഷ്യൽ ക്യാരക്ടർ, പിന്നെ സ്പേസ് കീ. അടുത്തായിട്ട് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഈ താഴെ കാണുന്ന നീളത്തിലുള്ള വലിയ കീ ആണ് സ്പേസ് കീ. അപ്പോൾ സ്പേസ് കീ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ സ്പേസ് കീയുടെ മുകളിൽ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല, അതാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള കീ നമ്മുടെ കീബോർഡിൽ. അപ്പോൾ ആ സ്പേസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വാക്ക് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു അക്ഷരം കഴിഞ്ഞിട്ടോ ഇച്ചിരി സ്ഥലം വേണം. ഇപ്പോൾ അങ്ങനെ സ്ഥലം വേണ്ട സ്ഥലങ്ങളിൽ ആ സ്പേസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ വാക്കുകളും ഒരുമിച്ച് കട്ട കുത്തി എഴുതാതെ നല്ല വിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ സ്പേസ് ബട്ടൺ അതിനാണ് ഉപയോഗിക്കുന്നത്. സ്പേസ് ബട്ടൺ ഈസ് യൂസ്ഡ് ഫോർ, അതായത് ഈ ബട്ടൺ ഉപയോഗിക്കുന്നത് ഒരു വാക്കുകൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടറുകൾ തമ്മിലോ നമ്പേഴ്സ് തമ്മിലോ അല്ലെങ്കിൽ ഒരു അക്ഷരങ്ങൾ തമ്മിലോ ഉള്ള ഗ്യാപ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ സ്പേസ് ഇടാനാണ് നമ്മൾ ഈ ബട്ടൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്പേസ് ബട്ടൺ നമുക്ക് തീർച്ചയായും നമ്മുടെ PMGdishയുടെ എക്സാമിൽ ആവശ്യമുണ്ട്. കാരണം ഇതുപോലെ മുകളിൽ കാണിക്കുന്ന ഒരു പാരഗ്രാഫാണ് നമുക്ക് തരിക. ഈ പാരഗ്രാഫ് അല്ല, ഞാനൊരു എക്സാമ്പിളായിട്ടൊരു പാരഗ്രാഫ് ഇട്ടതാണ്. ഇതേപോലത്തെ ഒരു പാരഗ്രാഫ് നമുക്ക് തരും. അപ്പോൾ ആ പാരഗ്രാഫ് നമ്മൾ താഴെ അവർ തരുന്ന സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്തരം കീസാണ് പ്രധാനമായും നമുക്ക് ആവശ്യം വരിക. അപ്പോൾ അതുകൊണ്ടാണ് ആ കീസിനെ പറ്റിയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എസ്കേപ്പ് എന്ന് പറയുന്ന ബട്ടൺ, അതായത് ഏറ്റവും മുകളിൽ ഇടതുഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ESC എന്ന് പറയുന്ന ബട്ടണാണ് എസ്കേപ്പ് എന്ന ബട്ടൺ. ആ ബട്ടൻ്റെ ഉപയോഗം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ എസ്കേപ്പ് എന്ന് പറയുന്ന ബട്ടൺ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് എക്സിറ്റായിട്ട് പുറത്തു പോകാനായിട്ട് ആണ് എസ്കേപ്പ് ബട്ടൺ ഉപയോഗിക്കുക. അപ്പോൾ ഇത് ആദ്യകാലങ്ങളിലാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് എക്സിറ്റ് ആവാനായിട്ട് എസ്കേപ്പ് ബട്ടൺ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസ് വളരെ കുറവാണ്. നമുക്കല്ലാതെ തന്നെ വിൻഡോസിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഉണ്ട്, നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ബട്ടണൊക്കെ വന്നു. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. കമാൻഡ് പ്രോംപ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ബട്ടൺ എസ്കേപ്പ് ബട്ടൺ അമർത്തി തന്നെ നമ്മൾ പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ അതിനായിട്ടാണ് എസ്കേപ്പ് ബട്ടൺ ഉപയോഗിക്കുക. അപ്പോൾ പല പ്രോഗ്രാംസും ഓരോ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കുന്നതനുസരിച്ച് ഈ കീബോർഡിലെ ബട്ടൺസ് അവർ ഓരോ ഓപ്ഷനായിട്ട് വയ്ക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏരോ കീസ് ആണ്. ഏരോ കീസ് എന്ന് പറയുന്നത് ദിശ കീസാണ്. അതായത് ഏരോ ഈ മുകളിലേക്കും താഴേക്കും ഇടത്തോട്ടും വലത്തോട്ടുമായിട്ട് കാണുന്ന ഏരോസ് ഉള്ള കീസിനെയാണ് ഏരോ കീസ് എന്ന് പറയുക. ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വരിയിൽ നിന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകാനും, അതായത് വ്യത്യസ്ത ഏരിയകളിലേക്ക് മൂവ് ചെയ്യാനും ആയിട്ടാണ് ഈ ഏരോ കീസ് യൂസ് ചെയ്യുക. മുകളിലേക്ക് പോകാനും താഴേക്ക് പോകാനും. ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓരോ മുകളിലുള്ള വരികളിലേക്ക് പോകാനും താഴെയുള്ള വരികളിലേക്ക് പോകാനൊക്കെ ആയിട്ടാണ് ഈ ഏരോ കീസ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഏരോ കീസ് ഈ കാണുന്ന 4 ഏരോസ് ഉള്ള കീ ആണ്. മുകളിലേക്കും താഴേക്കും ഇടത്തോട്ടും വലത്തോട്ടും ഉള്ള കീസാണ്. അപ്പോൾ ഈ ഏരോ കീസ് നമ്മൾ അതിനാണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞാൽ നമുക്ക് ബ്രാക്കറ്റ്സ് അങ്ങനെയുള്ള ഒരുപാട് കീസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോ ചില ബട്ടണിന് മുകളിൽ 2 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യാതെ അമർത്തിയാൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വരും. അത് തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അമർത്തിയാൽ അതിൻ്റെ രണ്ടാമത്തെ ലെറ്റർ അല്ലെങ്കിൽ അതിന് മുകളിൽ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ലെറ്റർ വരും. അപ്പോൾ അങ്ങനെയാണ് കീബോർഡ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇത് എല്ലാ കീസും ഉപയോഗിച്ചുകൊണ്ട് മുകളിൽ കാണും പാരാഗ്രാഫിനെ നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്തായിട്ട് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക PMGdishയിൽ. അപ്പോൾ അത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ മുകളിൽ കാണുന്ന ഈ സ്കോളർഷിപ്പ് വിൽ ബി അവാർഡഡ് ടു ദ സ്റ്റുഡൻസ് ഹു ഹാവ് സെക്യൂർഡ് നോട്ട് ലെസ് ദാൻ 50% മാർക്ക് എന്ന് തുടങ്ങുന്ന ഈ പാരഗ്രാഫാണ് നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫ് തുടങ്ങുന്ന ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററാണ്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ച് S പ്രസ് ചെയ്യണം. പിന്നെ നോർമലായിട്ട് സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യുക, സ്കോളർഷിപ്പ്, അതുപോലെ ബാക്കിയുള്ള ലെറ്റേഴ്സൊക്കെ അതുപോലെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ എവിടെയൊക്കെയാണോ ക്യാപിറ്റൽ ലെറ്റർ വരുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് കഴിഞ്ഞ് നമുക്ക് സ്പേസ് ഇടണം. എന്നിട്ടാണ് അടുത്ത വാക്ക് എഴുതേണ്ടത്, ബില്ലെന്ന വാക്ക് എഴുതേണ്ടത്. അത് ഞാൻ പിന്നെ സ്പേസ് ഇടണം. അതിന് സ്പേസ് ബാറാണ് നമ്മൾ ഉപയോഗിക്കുക ഇതുപോലെ ഗ്യാപ്പ് ഇടാനായിട്ട്. പിന്നെ
50% എഴുതണം. അപ്പോൾ അവിടെ 5 എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ നമ്പറിൻ്റെ കീ ക്ലിക്ക് ചെയ്യണം. അതുപോലെ 0 എന്ന നമ്പറിൻ്റെ കീ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് നമ്മൾ പെർസെൻറ്റേജ് ടൈപ്പ് ചെയ്തിട്ടുള്ള ആ ലെറ്റർ അക്ഷരത്തിൻ്റെ പ്രശ്നം അങ്ങനെ 50% നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പിന്നെ അടുത്തതായിട്ട് സ്മോൾ ലെറ്റേഴ്സിലാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരുന്നത്, അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് വരുന്നത്, സ്പേസ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കി ശ്രദ്ധിച്ച് നമ്മൾ ഈ പറഞ്ഞ കീകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പാരാഗ്രാഫ് പൂർണ്ണമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വൃത്തിയായി ടൈപ്പ് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഈ ടൈപ്പിംഗ് ചെയ്യുന്ന കീബോർഡിലെ കീസ് എന്തൊക്കെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കണം. അതുപോലെ തന്നെ വീട്ടിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ഉള്ളവരാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഇതേ QWERTY കീബോർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തും ഈ ഷിഫ്റ്റ് ബട്ടണും എൻ്റർ ബട്ടണും എല്ലാം ഉണ്ട്, ബാക്ക് സ്പേസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രെയിനിങ് എടുത്ത് നോക്കുക. അതിനുശേഷം എക്സാമിന് വരിക. ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഈ എക്സാം പാസ്സാവാനായിട്ടുള്ള കീബോർഡിൻ്റെ ട്രിക്സ് അല്ലെങ്കിൽ കീബോർഡിൻ്റെ സ്വിച്ചസിനെ പറ്റി കീസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് PMGdishയുടെ 2 വീഡിയോ കൂടി ഉണ്ട്. അത് രണ്ടാമത്തെ വീഡിയോ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനകത്ത് നമ്മൾ ഈ PMGdishയിൽ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനുകളുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് 25 ക്വസ്റ്റ്യനാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 വീഡിയോസും ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി PMGdishയുടെ എക്സാമിനായിട്ട് ഒരുങ്ങുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു. ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻസ് C.PVlogs വിലമതിക്കുന്നു. അപ്പോൾ കമൻറ്റ് കുറവാണ് പൊതുവേ നമുക്കെതിരെ ഒരു പരാതിയുണ്ട്. അത് നിങ്ങൾ തീർക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനും ബെല്ലൈക്കണും മറക്കാതെ എല്ലാവരും എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, റൈറ്റ്. താങ്ക് യു. ഇറ്റ്സ് CP സൈനിങ് ഓഫ്. ബൈ ബൈ.